നമ്മുടെ ചിന്താഗതികളൊക്കെ മാറ്റണം കൂട്ടുകാരെ. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പ്രപഞ്ചം നമ്മളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നത്തിൽ നിന്നെല്ലാം നമ്മളെ കരകയറ്റാനുള്ള സൊല്യൂഷൻസ് താനെ പ്രപഞ്ചം നമ്മുടെ കയ്യിലെത്തിക്കും. അങ്ങനെയാണ് എനിക്ക് സീമാജിയെ കിട്ടിയത്. ഹായ് കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നോക്കിക്കേ, ഞാൻ വീടെല്ലാം ക്ലീൻ ചെയ്യാൻ പോകട്ടോ. എല്ലാം എടുത്ത് വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. എല്ലാം വീടെല്ലാം ക്ലീൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർത്തു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇതേമാതിരി വീടുകളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പം ഒത്തിരി നമ്മൾ ഉപയോഗശൂന്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ കാണും അല്ലേ. നമ്മളത് ഉപയോഗിക്കാൻ ആർക്കെങ്കിലും പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മളത് എടുത്തു കൊടുക്കാൻ ഒക്കെ തോന്നും. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം കേട്ടോ. അതിനകത്ത് ഇപ്പം തന്നെ ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ മടക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചെറുതായതും ഉപയോഗിക്കാൻ പറ്റാത്തതുമായ തുണികൾ നിറയെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ തുണികളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇന്ന ഒരാൾക്ക് അത് ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൊടുക്കാൻ തയ്യാറാകും. അപ്പോൾ ഇത് എടുത്തു കൊടുക്കുമ്പോൾ ഒരേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്കേ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനം മറ്റുള്ളവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതൊരിക്കലും വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ അത്ര വില കൊടുത്ത് മേടിച്ച കാസ്റ്റ്ലി ആയിട്ടുള്ള ഒരു തുണിയായിരിക്കും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ചെറുതായിരിക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കീറിയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് വീണെന്ന് കറിയായിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന സാധനം അത് വെളിയിലെടുത്ത് കളയാൻ തയ്യാറാകുമ്പം നിങ്ങളത് വെളിയിലെടുത്ത് കളഞ്ഞേര്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്ത് കളഞ്ഞേക്കണം. അത് വേറൊരാൾക്കത് കൊടുക്കരുത്. അത് നിങ്ങൾക്കത് കളയാൻ മനസ്സില്ലാത്തത് കൊണ്ട് വേറൊരാൾക്കത് കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോടെ നിങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യം ചെയ്യരുത് കേട്ടോ. അത് ദാനം നിങ്ങൾ ഓർക്കും, അത് ഞാൻ നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ഞാനത് ചെയ്യുന്നത്, ഞാൻ നല്ലൊരു കാര്യം ചെയ്തു, അത് വേറൊരാൾക്ക് കൊടുത്തു എന്ന് വിചാരിച്ച് നിങ്ങളത് കൊടുത്താൽ നിങ്ങൾക്കത് പുണ്യമല്ല അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിനകത്തൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. പിന്നെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു സാധനം ഒരാൾക്ക് പഴയ തുണികൾ നിറയെ നമ്മുടെ കയ്യിലുണ്ട്, നല്ല തുണികളുണ്ട്. അത് നമ്മൾ ഒരാളോട് നമുക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരെ ഇഷ്ടമാണെന്ന് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇഷ്ടത്തോടെ കൊടുക്കുക. ഇഷ്ടത്തോടെ കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് അത് ദാനമാണെന്നോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നിറയെ തുണികൾ ഉണ്ടാവാം, ഇടാൻ ഉപയോഗിക്കാനുള്ള തുണികൾ നിറയെ ഉണ്ടാവാം. അപ്പോൾ ആ അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ അത് നല്ല തുണികളാണ്, അത് കളയേണ്ട എന്ന് വിചാരിച്ച് നമ്മളത് കൊടുക്കുമ്പോൾ അത് സ്നേഹത്തോടെ കൊടുക്കുക. അതിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ അത് കൊടുക്കണം. അത് ദാനമല്ല, അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതാണ്. അതിനകത്ത് അത് കൊടുത്താൽ നമുക്ക് അവരിൽ നിന്ന് എന്തോ ഒന്ന് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഏത് തുണി മാത്രമല്ല ഏത് സാധനമാണെങ്കിലും നിങ്ങളങ്ങനെ കൊടുക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആരോ ഒരാൾ നമ്മളോട് പഴയ തുണി ഉണ്ടെങ്കിൽ, ഒരു സാരി അല്ലെങ്കിൽ ഒരു തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിഷ്ടപ്പെട്ട സാധനത്തിനകത്തു നിന്ന് ഒന്ന് നിങ്ങളതെടുത്ത് കൊടുക്കണം കേട്ടോ. അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട ഒരു അതിനകത്തുനിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾ അവർക്ക് എടുത്തു കൊടുക്കരുത്. കാരണം അത് എൻ്റെ കാഴ്ചപ്പാടിൽ അത് ശരിയില്ലെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് തെറ്റാണെന്ന് മാത്രമേ എനിക്ക് പറയാം. പിന്നീട് കൂട്ടുകാരെ, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനെ വീട് ഷിഫ്റ്റ് ആകുന്ന സമയത്തോ ഒക്കെ ഒടിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അത് എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടും അത് മറ്റൊരാൾക്ക് അത് മറ്റൊരാൾക്ക് ദാനമെന്ന പേരിൽ നിങ്ങളത് കൊടുക്കരുത്. അത് ഉപേക്ഷിച്ചരുത്. ഇല്ല, നിങ്ങൾ ആക്രിക്കടക്കാർക്ക് കൊടുത്തരുത്, എന്നാലും അത് വേറൊരാൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാൻ പാടില്ല. തുണിയൊക്കെ നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുകയാണ്, തുണികളൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പം നിങ്ങൾ പഴയ തുണികൾ കൊടുക്കുമ്പം ആ കൂട്ടത്തിൽ ഒരു പുതിയ തുണി കൂടെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പഴയ തുണികൾ ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഉള്ളതിൽ നല്ലത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ തീരെ നിവൃത്തിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഡ്രസ്സേ വാങ്ങിക്കൊടുക്കുക. ഇപ്പോൾ പഴയ തുണികളൊക്കെ അവർ വെളിയിലൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പം ഈ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുമ്പം അവർക്കറിയാം അത് ഞാൻ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിച്ചിരുന്ന തുണിയാണെന്നത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് അവരുടെ നിവൃത്തികേട് കൊണ്ടായിരിക്കും.
നിവൃത്തികേട് കൊണ്ട് അത് ഉപയോഗിച്ചാലോ അവരത് വെളിയിൽ ഇട്ടുകൊണ്ട് നടക്കുമ്പം അവരുടെ മനസ്സിനകത്തൊരു ഒരു എന്നാ പറയുക, ഒരു അപകർഷതാബോധം ഉണ്ടാവും. അതേസമയം നമ്മളൊരു പുതിയ തുണി വാങ്ങി കൊടുക്കുമ്പം അവരതിട്ട് അഭിമാനത്തോടെ ആയിരിക്കും അവരതിട്ട് വെളിയിൽ പോകുക വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷമല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ചിന്താഗതികളൊക്കെ മാറ്റണം കൂട്ടുകാരെ. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പ്രപഞ്ചം നമ്മളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നത്തിൽ നിന്നെല്ലാം നമ്മളെ കരകയറ്റാനുള്ള സൊല്യൂഷൻസ് താനെ പ്രപഞ്ചം നമ്മുടെ കയ്യിലെത്തിക്കും. അങ്ങനെയാണ് എനിക്ക് സീമാജിയെ കിട്ടിയത്. ഓക്കെ, അവസാനം ഞാൻ വീഡിയോയുടെ അവസാനം സീമാജിയെ തന്നെ പറയേണ്ടി വന്നു. എനിക്ക് സീമാജി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പ്രപഞ്ചത്തിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ വിചാരിച്ച് ഒരാൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവർക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ളത് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഞാൻ ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഞാൻ അത് പ്രതിഫലം പ്രതീക്ഷിച്ച് ഞാൻ കൊടുക്കത്തേയില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എന്നെ അടുത്തറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം അറിയാം. ഓക്കെ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതെല്ലാം നിങ്ങളും ഫോളോ ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.